കേരളത്തിന്റെ ഭൂപടത്തിൽ കാസർഗോഡ് എന്ന ജില്ല ഇപ്പോഴുമുണ്ടോ? വികസന ജാഥകൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോഴും കാസർഗോട്ടെ ജനങ്ങളുടെ ദുരിതം മാത്രം ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. കോടികൾ ലാഭം നൽകുന്ന റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടെങ്കിലും ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാത്ത നാട്. അതിവേഗ റെയിൽപാതയുടെ അവസാന സ്റ്റേഷൻ കണ്ണൂർ മാത്രമായി ഒതുങ്ങുമ്പോൾ കാസർഗോഡ് വീണ്ടും കേരളത്തിന് പുറത്താവുകയാണ്. എന്നാൽ അതിനേക്കാൾ ദയനീയമാണ് ഉക്കിനടുക്കിയിലെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. കാസർഗോഡ് മെഡിക്കൽ കോളേജ് എന്ന് കേൾക്കുമ്പോൾ ഇന്ന് ആ നാട്ടുകാരുടെ മനസ്സിൽ വരുന്നത് ഒരു ആശുപത്രിയുടെ ചിത്രമല്ല, മറിച്ച് പണിതീരാത്ത കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രേതാലയത്തിന്റെ രൂപമാണ്. പ്രഖ്യാപിച്ചിട്ട് 13 വർഷം കഴിഞ്ഞു. കോടികൾ ചിലവാക്കി വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തി. പക്ഷേ അവിടേക്ക് ചെന്നാൽ കാണാൻ കഴിയുന്നത് പൊടിപിടിച്ച ഇടനാഴികളും ആളനക്കമില്ലാത്ത വാർഡുകളുമാണ്. ഈ പ്രേതാലയത്തിന് മുന്നിൽ നിന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് കാസർഗോട്ടെ വികസന നേട്ടങ്ങളെ അക്കമിട്ട് നിരത്തി അവതരിപ്പിച്ചത്. ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന ആധുനിക സംവിധാനങ്ങളെക്കുറിച്ച് വാചാലയാകുമ്പോഴും മെഡിക്കൽ കോളേജിന്റെ ദയനീയാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചോ എന്തുകൊണ്ട് ആ അവസ്ഥയിൽ നടപടികൾ പൂർത്തിയാകാതെ തുടരുന്നുവെന്നോ പറയാൻ മന്ത്രി തയ്യാറായില്ല. ജനറൽ ആശുപത്രി എന്ന ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് ആക്കിയതല്ലാതെ അതിൽ കവിഞ്ഞ വികസനമൊന്നും കൊണ്ടുവരാൻ കപ്പിത്താനും സഹയാത്രികർക്കും സാധിച്ചിട്ടുമില്ല. യഥാർത്ഥത്തിൽ ഈ കെട്ടിടം ഇങ്ങനെ അനാഥമായി കിടക്കുന്നതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. മെഡിക്കൽ കോളേജിന്റെ വികസനം അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് മംഗളൂരുവിലെയും കാസർഗോഡ് നഗരത്തിലെയും വൻകിട സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന ആരോപണം നാട്ടുകാർ ശക്തമായി ഉന്നയിക്കുന്നു. ഉക്കിനടുക്കയിൽ മികച്ച സൗജന്യ ചികിത്സ ലഭ്യമായാൽ പിന്നെ ആരും ഈ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകില്ല. തങ്ങളുടെ ബിസിനസ് തകരുമെന്ന ഭയമുള്ള ഈ ലോബികൾ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിൽ സ്വാധീനം ചെലുത്തി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം അട്ടിമറിക്കുകയാണ്. പാവപ്പെട്ട രോഗികളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് തള്ളിവിട്ട് കമ്മീഷൻ പറ്റുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് ഈ പ്രേതാലയത്തിന് കാവൽ നിൽക്കുകയാണോ എന്ന സംശയമാണ് നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ ഇന്നും വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. കോവിഡ് കാലത്ത് കർണാടക അതിർത്തി അടച്ചപ്പോൾ കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ 20 പേരാണ് പിടഞ്ഞു മരിച്ചത്. സ്വന്തം മണ്ണിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഇന്നും നമുക്കിടയിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ ഇപ്പോഴും ജലരേഖയെ തുടരുന്നു. നിലവിലെ കാസർഗോഡ്, കാഞ്ഞങ്ങാട് ജനറൽ ആശുപത്രികൾ വെറുമൊരു റഫറൽ പോയിന്റുകൾ മാത്രമായി മാറിക്കഴിഞ്ഞു. അവിടെ എത്തുന്ന രോഗികളെ ഉടൻ തന്നെ അതിർത്തിക്കപ്പുറത്തെ സ്വകാര്യ ആശുപത്രികളിലേക്ക് അയക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് കാസർഗോഡുള്ളത്. ഇവിടെയാണ് മെഡിക്കൽ കോളേജിന്റെ പ്രസക്തി. ഒരു ജനറൽ ആശുപത്രിയിൽ ലഭിക്കാത്ത കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി തുടങ്ങിയ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത്തരം സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ മനഃപൂർവ്വം മടി കാണിക്കുകയാണ്. പാവപ്പെട്ട രോഗികളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് തള്ളിവിട്ട് കമ്മീഷൻ പറ്റുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിന് പിന്നിലുണ്ടോ എന്ന ഗൗരവകരമായ ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിലും കാസർഗോഡിന് ലഭിക്കുന്നത് ഇരട്ടത്താപ്പാണ്. റെയിൽവേക്ക് കോടികൾ ലാഭം നൽകുന്ന ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് സ്റ്റേഷനിൽ നിന്ന് 40 കോടിയും കാഞ്ഞങ്ങാട് നിന്ന് 19 കോടിയും വാർഷിക വരുമാനം ലഭിക്കുന്നുണ്ട്. എന്നിട്ടും പല പ്രീമിയം ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പില്ല. വരുമാനമില്ലെന്ന മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞാണ് റെയിൽവേ പലപ്പോഴും ഈ ജില്ലയെ തഴയുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന അതിവേഗ റെയിൽപാതയുടെ റിപ്പോർട്ടിൽ കാസർഗോഡിനെ പാടെ ഒഴിവാക്കി. അവസാന സ്റ്റോപ്പായി കണ്ണൂരിനെ നിശ്ചയിക്കുമ്പോൾ കാസർഗോഡ് വീണ്ടും കേരളത്തിന്റെ വികസന ഭൂപടത്തിന് പുറത്താവുകയാണ്. വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോഴും ആദ്യം കണ്ണൂർ വരെയായിരുന്നു തീരുമാനം. ജനകീയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിലാണ് അത് കാസർഗോട്ടേക്ക് നീട്ടിയത്. ഓരോ തവണയും നമ്മുടെ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്നത് എന്തൊരു വിരോധാഭാസമാണ്. വടക്കൻ കേരളത്തിന്റെ വികസനത്തിന് കുതിപ്പേകുമെന്ന് പറയുന്ന പദ്ധതികളിൽ നിന്ന് കാസർഗോഡിനെ ഒഴിവാക്കുന്നത് ആരുടെ താല്പര്യമാണെന്നാണ് ഇനി അറിയേണ്ടത്. വരുമാനം കുറവാണെന്ന് പറയുന്ന ശ്രീധരനെ പോലുള്ളവരുടെ കണക്കുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ ഇതിനോടകം തെളിയിച്ചും കഴിഞ്ഞു. ഉക്കിനടുക്കയിൽ മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായാൽ അത് ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റും. അത്യാധുനിക ICU സൗകര്യങ്ങൾ, വെന്റിലേറ്ററുകൾ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം എന്നിവ സ്വന്തം ജില്ലയിൽ ലഭിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് അത് വലിയ ആശ്വാസമാകും. ചികിത്സയ്ക്കായി മാത്രം അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്ന കോടിക്കണക്കിന് രൂപ നമ്മുടെ നാട്ടിൽ തന്നെ നിലനിൽക്കും. മേഖലയുടെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിന് ഇത് വഴിയൊരുക്കുകയും ചെയ്യും. കാസർഗോഡിനെ വെറും ഒരു വോട്ട് ബാങ്കായി മാത്രം കാണുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇനി മറുപടി പറയേണ്ടി വരും. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അവഗണനകൾ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തുന്ന സമരങ്ങൾ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. കാസർഗോഡ് കേരളത്തിന്റെ ഭാഗമാണെന്നും ആ ജനതയ്ക്ക് തുല്യനീതി വേണമെന്നുമുള്ള ആവശ്യം ഇന്ന് കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങുകയാണ്.